ഇടുക്കി ബൈസൺ വാലി വില്ലേജിലെ ചക്രമുടി കയ്യേറ്റത്തിൽ രണ്ടാംഘട്ട സമരത്തിനൊരുങ്ങി സംരക്ഷണ സമിതി. കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നതായും ചക്രമുടി സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ചക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് RDO ഓഫീസ് ഉപരോധമടക്കമുള്ള സമര പരിപാടികളാണ് രണ്ടാം ഘട്ടമായി സംരക്ഷണ സമിതി നടത്താനൊരുങ്ങുന്നത്. വിവിധ വകുപ്പുകളുടെ അന്വേഷണത്തിൽ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം പകൽ പോലെ വ്യക്തമായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി വൈകുകയാണ്. അവിടെ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ വെട്ടിക്കടത്തുകയും അതുപോലെ തന്നെ പാറ പൊട്ടിച്ച് കടത്തുകയൊക്കെ ചെയ്ത കുറ്റക്കാർ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. ഈ കയ്യേറ്റക്കാരെ സഹായിക്കാൻ അവർക്ക് എന്തെങ്കിലും വ്യാജമായ രേഖകൾ ഇനി ചമയ്ക്കാൻ ഉള്ള ഒരു അവസരം കൊടുക്കുന്നതാണോ എന്നുള്ള ഒരു സംശയം കൂടി ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. കയ്യേറ്റക്കാരെ സഹായിച്ച 3 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്ത് ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സംരക്ഷണ സമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തുന്നു. ചക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അതിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കയ്യേറ്റക്കാർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. പേരിന് വേണ്ടി മാത്രം അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതിന് കൂട്ടുനിന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിലവിൽ നടക്കുന്നത്. അന്വേഷണം പൂർത്തിയായെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നടപടികൾ വേഗത്തിലാക്കണമെന്നും ഭൂമി കയ്യേറ്റത്തിൽ പങ്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നും സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു. തടയണ മൂടിക്കളയണമെന്നാണ് കളക്ടർ ആവശ്യപ്പെട്ടേക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൈനോളജി ഉദ്യോഗസ്ഥന്മാരും അതുപോലെ പഞ്ചായത്തിലെ സെക്രട്ടറി ഇവരെല്ലാം പോയി കൂട്ടായി സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൂടിയില്ലെങ്കിൽ സമരസമിതി അതിനെതിരെയും ശക്തമായ സമരം ആയിട്ട് പഞ്ചായത്തുമായിട്ടും ബന്ധപ്പെടുന്നതാണ്. ചക്രമുടി മലനിരയുടെ താഴെ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിന് ഭീഷണി ഉയർത്തുന്ന മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ നികത്തണമെന്നും ചക്രമുടി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് മലയാളം, ഇടുക്കി.